ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ചോദ്യം ചെയ്യാൻ എക്സൈസ് സിനിമാ താരങ്ങൾക്ക് ലഹരി കൈമാറിയെന്ന മുഖ്യപ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകുക. മുഖ്യപ്രതി തസ്ലിമ സുൽത്താനയെ കസ്റ്റഡിയിൽ വാങ്ങാൻ എക്സൈസ് അപേക്ഷ നൽകി. 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നാണ് എക്സൈസ് നൽകുന്ന സൂചന. കൊറിയർ വഴിയാണ് ഇവരുടെ പക്കൽ കഞ്ചാവ് ലഭിച്ചതെന്നാണ് മൊഴിയെങ്കിലും എക്സൈസ് ഇത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തിട്ടില്ല. സമീപകാലത്ത് പിടികൂടുന്ന ഏറ്റവും വലിയ ഹൈബ്രിഡ് കഞ്ചാവ് കേസാണിതെന്ന് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എസ് വിനോദ് കുമാർ 24 പറഞ്ഞു. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. റിമാൻഡ് ചെയ്തതിനു ശേഷം അതിന്റെ രാസപരിശോധനയ്ക്കുള്ള നടപടികൾ സ്വീകരിച്ചതിനു ശേഷം കേസ് അന്വേഷണം അസിസ്റ്റന്റ് കമ്മീഷണർ നടത്തി പ്രതിയെ നമ്മൾ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റ് പ്രതികൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം. MDMA വിൽപ്പനക്കാർ പോലും അത് വിറ്റുകിട്ടുന്ന പണം കൊണ്ട് ഹൈബ്രിഡ് കഞ്ചാവ് വാങ്ങിയാണ് ഉപയോഗിക്കുന്നത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ലഹരി, സെക്സ് റാക്കറ്റുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളെ പറ്റിയുള്ള വിവരം ലഭിക്കുമെന്നും എക്സൈസ് കണക്കുകൂട്ടുന്നുണ്ട്. 24 ആലപ്പുഴ.